ഹായ് ജെയ്സൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വർക്കല ബീച്ചാണ്. ഈ ഒരു വർക്കല ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു അടിപൊളി ബീച്ചാട്ടോ. ഞാൻ കുറേ ബീച്ചുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് നല്ലൊരു മനസ്സിന് നല്ലൊരു കുളിർമ തോന്നുന്ന, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു ബീച്ചാണിത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ. വിദേശികളൊക്കെ കൂടുതലായിട്ട് കാണാം. നമുക്കൊരു ഗോവ ഫീല് തോന്നും ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് താഴ്ചയിലാണ് കടൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ താഴേക്ക് നമ്മൾ ഇറങ്ങി പോവാം, പക്ഷേ ഞാൻ ഇറങ്ങി പോയിട്ടില്ല. കാരണം എൻ്റെ ഒരു അസുഖം കാരണം കയറ്റം കയറാനോ ഇറങ്ങാനോ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് റിക്കവറായി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇറങ്ങി റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല. അപ്പം മുകളിൽ നിന്ന് കണ്ട ഒരു കാഴ്ചകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. നമ്മൾ ആകാശത്തിൽ നക്ഷത്രങ്ങൾ തെളിയുന്നത് പോലെ രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ കടലിലും നക്ഷത്രങ്ങൾ തെളിയും. ഇത് മുന്നേ ഞാൻ MGMൽ വന്ന സമയത്തും ഞങ്ങൾ HSC ട്രെയിനേഴ്സ് ഒരുമിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നൊരു അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയാണിത് കേട്ടോ. അതുവരെ ഇതുപോലെ ശാന്തമായിട്ട് കടലൊന്നും ഇല്ലാതെ കണ്ട കടൽ, പിന്നെ പെട്ടെന്ന് രാത്രിയായപ്പോൾ ഇരുട്ടായപ്പോൾ ഈ ഒരു കടലിൽ കണ്ട കാഴ്ചയാണ്. ഫുള്ള് വെളിച്ചം, ഇതുപോലെ നക്ഷത്രങ്ങൾ വന്ന് നിൽക്കും പോലെ തോന്നിയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാനെ കൂട്ടിയിട്ട് വരണം എന്നുള്ളത്. മാഷാ അല്ലാഹ് എന്തായാലും അത് സാധിച്ചു. ഇക്കുള്ള സമയത്ത് തന്നെ ഇവിടെ ഒരു ട്രെയിനിങ് സെഷൻ കിട്ടി, ക്യാമ്പ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നു. അവിടുന്ന് സ്കൂളിൽ നിന്ന് തന്നെ ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് വരാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, ഈ ഒരു കണ്ടോ, ഇതൊക്കെ കടലിൽ തോണികൾ നിർത്തിയിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. പിന്നെ ഇവിടുത്തെ സ്റ്റാളുകളാണെന്നുണ്ടെങ്കിലും വെറൈറ്റി ഐറ്റംസുകളുണ്ട്. കാരണം വിദേശികളുള്ളല്ലോ, അപ്പോൾ അവർക്കുള്ള ഡ്രസ്സ് ഐറ്റംസുകളും കാര്യങ്ങളും നല്ല റേറ്റ് കുറവിലുണ്ട് കേട്ടോ. എനിക്ക് കുറേയൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ കുഴപ്പമില്ല ഇവിടെ. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫുഡാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഐറ്റംസുകൾ വിദേശികളും ഒക്കെ ഉള്ളത് കൊണ്ടാവും പല ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ കടൽ മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്താൽ തന്നെ നമ്മളെ ടൈം പോണതും അറിയില്ല. ഒരുപാട് നമ്മളെ നാട്ടിൽ കാണാത്ത കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ കൂടുതലൊന്നും സ്റ്റാളുകൾ നടക്കാനും ഇതാക്കാനും പറ്റിയിട്ടില്ല. കാരണം ഹെൽത്ത് കണ്ടീഷൻ അത്ര ഓക്കെ അല്ല. എന്നാലും മാക്സിമം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ സ്പെഷ്യൽ സീ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നല്ല വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിനും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതും ഒരു സ്പെഷ്യലാണ്. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ജീവനോടുള്ളതാണ് സംഭവം. അപ്പോൾ ഇതും ഇവിടെ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഉണ്ടാക്കിത്തരും. ഈ ഒരു ഫിഷൊക്കെ കണ്ടോ, ഫ്രഷാണ്. ഈ കൊഞ്ചല്ല, അതിൻ്റെ പേരെന്താണ് എന്നുള്ളത് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതും നല്ല ജീവനോടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാത്തിനും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും വരുന്നുണ്ട്. പക്ഷെ നമുക്കത് ആ ഫ്രഷിൽ കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിക്കാം. നമ്മൾ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ അത് നമുക്ക് ഉണ്ടാക്കിത്തരും. കണ്ടോ, ഇത് ഇവിടെ എന്താ ഇതിൻ്റെ പാറൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് കിട്ടണതാണെന്നാണ് പറഞ്ഞത്. കൊഞ്ചന്നെയാണ് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടുതൽ ഇടാൻ പറ്റുന്നില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. എന്നാലും മാക്സിമം ഇടാൻ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം.